ഭയങ്കര ഇഷ്ടമായി. You'll end up with a chip that doesn't fit all the way into the box. So what's the solution? ചിക്കൻ കറി വെക്കാം. നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള സാധനങ്ങളാണ് ഇന്നലെ ഞാൻ മേടിച്ച ക്യൂട്ടായിട്ടുള്ള പാത്രം. നല്ല ഇഷ്ടമായിട്ട് എനിക്ക് നല്ല രസമുണ്ട്. എനിക്ക് ഞാനിന്ന് വേറൊരു സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ നമുക്ക് തക്കാളി പറഞ്ഞ പോലെ തക്കാളി വേണം. ഞാൻ പറഞ്ഞില്ലേ ദേട്ടൻ കഴിച്ച മുട്ടയുടെ മഞ്ഞയാണ് മഞ്ഞ ഭാഗം കേട്ടോ. അതൊന്നും അവർക്കാണെങ്കിൽ കൊടുക്കാതെ വിശന്നിട്ടേ കുറേ നേരമായി. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കഴുകിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ.
ഇത് ജാറെടുത്തിട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇത്രയും ഇതിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. നമുക്ക് ഇത് പൊടിച്ചത് ഇതിലേക്ക് മാറ്റാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. പേസ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളകും ഉണ്ട്. ചിക്കൻ നമ്മൾ ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ എത്രയാണെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പം ഓരോ ബോട്ടിലാക്കിയിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ അതിങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ 2 ബോക്സ് ഉണ്ട്. അത് എത്രയാണ് വെയിറ്റ് എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇനി നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ, മസാല ഒന്ന് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കൊണ്ട് നമുക്കിതേ നമ്മുടെ നൂൽപ്പെട്ട് റെഡി ആയിട്ടുണ്ടല്ലോ, നമുക്ക് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഇത് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അവന് അപ്പോഴേക്കും വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇന്നലെ വാങ്ങിയിട്ടുള്ള ചട്ടികളാണ് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക കേട്ടോ. സാധാരണ എണ്ണ ഒഴിക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. മതി കേട്ടോ. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇളക്കി കൊടുക്കാം. ഇരുവും കുരുമുളകും കൂടെ പൊടിച്ച ഈ മസാല ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ലാസ്റ്റത്തേക്ക് വെക്കണ്ടേ, ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല നമ്മൾ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഭയങ്കര ഇഷ്ടമായി ഇത്, ഭയങ്കര ഇഷ്ടമായി ഇത്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഉപകാരമുള്ളൊരു ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് വേവിച്ചെടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം ചട്ടി നമ്മൾ നേരാക്കിയിട്ട് ഇങ്ങനെ